പ്രോഫിറ്റ് പാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടിപ്സ് നമ്മൾ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവര് ആശയങ്ങള്, സേവനങ്ങള്, പ്രൊഡക്ട്സ് ഇവയൊക്കെ സെയിൽ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പുതിയൊരു ടിപ്സ് പറയുന്നത്. ഇത് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരേ സെയിം പ്രോഡക്റ്റ്, ഒരു ഉദാഹരണത്തിന് ലെക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ സോപ്പ് രണ്ട് കടയിൽ വിൽക്കുന്നു. രണ്ടും അടുത്തടുത്ത ഷോറൂമാണെന്ന് വിൽക്കുന്നത്. അപ്പോൾ ഒരു കടയിൽ നമ്മൾ ഈ രണ്ട് ഷോറൂമിലും ഒരു ലെക്സ് സോപ്പ് വാങ്ങാൻ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കടയിലായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ പോയി സോപ്പ് വാങ്ങുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? നമ്മൾ ഈ കടക്കാർക്ക് 1, 2 AB അല്ലെങ്കിൽ AB എന്ന് രണ്ട് പേര് വെക്കാം. A കടയിലുള്ള ഒരു വ്യക്തി സെയിൽസ് ചെയ്യുന്ന ഒരു കടയും B എന്ന് പറയുന്ന വ്യക്തി സെയിൽസ് ചെയ്യുന്ന മറ്റൊരു കട. രണ്ട് കടയിലും ഒരേ പ്രൊഡക്റ്റ് ആണ് വെക്കുന്നത്. പക്ഷെ നമ്മൾ ആ രണ്ട് കടയും കാണുമ്പോൾ ഏതെങ്കിലും ഒരു കടയാണ് സെലക്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഏത് കടയിലാണോ നമ്മുടെ ഒരു വാം വെൽക്കം നൽകുന്ന കട, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്നത്, നമ്മളെ കുശലാന്വേഷണങ്ങൾ, നമ്മളെ കുറിച്ചുള്ള കുശലാന്വേഷണങ്ങൾ അന്വേഷിക്കുന്ന കട, വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ പുഞ്ചിരിയോടുകൂടി നമ്മളെ സ്വീകരിക്കുന്ന ഒരു കടയിലായിരിക്കും നമ്മൾ സോപ്പ് വാങ്ങാൻ ചെല്ലുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക: നല്ല പെരുമാറ്റവും നല്ല രീതിയിൽ ആശയവിനിമയം ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ കടയിലായിരിക്കും കൂടുതൽ സെയിൽസ് നടക്കുന്നത്. ഇത് ഒരു നല്ല ടിപ്സാണ്. ഇത് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്പെടും. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നത് വരെ നമസ്കാരം.